അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19 വെള്ളിയാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. EDക്ക് മുഴുവൻ രേഖകളും നൽകാൻ കോടതി ഉത്തരവിട്ടു. റിമാൻഡ് റിപ്പോർട്ടും FIRഉം അടക്കമുള്ള രേഖകൾ EDക്ക് കൈമാറും. കേസ് EDക്ക് കൈമാറുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളി. ED സമാന്തര അന്വേഷണം നടത്തുന്നതിന് SIT എതിർത്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള EDയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. ഏലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. കാര്യമായ അപഗ്രഥനം നടത്താതെയാണ് പ്രാഥമിക അനുമതി നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി റദ്ദാക്കിയത്. വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ലെന്നും വിശദമായ പഠനം ഇക്കാര്യത്തിൽ വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തനിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്ന് നടി. ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത അന്നേ ആത്മഹത്യ ചെയ്യണമായിരുന്നുവെന്നും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെയെന്നും വൈകാരികമായ കുറിപ്പിൽ അതിജീവിത അഭിപ്രായപ്പെട്ടു. വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനമേറ്റ് മരിച്ച ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ നേരിട്ടത് മണിക്കൂറുകൾ നീണ്ട കൊടും ക്രൂരത. രാംനാരായണന്റെ ശരീരത്തിൽ ആസകലം മർദ്ദനമേറ്റ പാടുകളാണുള്ളത്. മോഷ്ടാവാണെന്ന് സംശയിച്ചാണ് ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ മർദ്ദിച്ചത്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും വാളയാർ പോലീസ് അറിയിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബിൽ ലോക്സഭയിൽ പാസാക്കിയത് നീതീകരണമില്ലാത്ത ജനവിരുദ്ധതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ നിയന്ത്രിക്കുന്ന യൂണിയൻ സർക്കാർ ഇതിലൂടെ രാജ്യത്തെ കർഷക തൊഴിലാളി ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നത് ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുത്തുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോറ്റിയെ കേറ്റിയെ പാരഡി പാട്ട് വിവാദത്തിൽ കൂടുതൽ കേസെടുക്കേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP നിർദ്ദേശം നൽകി. പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസിലെ തുടർ നടപടി മരവിപ്പിക്കും. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഭാരവാഹി നൽകിയ പരാതിയിലാണ് പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. വിവാദമായ പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം നീക്കരുതെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. പാട്ട് നീക്കണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെയാണ് VD സതീശന്റെ കത്ത്. കോടതിയുടെ നിർദ്ദേശമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഗാനം നീക്കം ചെയ്യുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. പാട്ട് നവമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ മെറ്റ യൂട്യൂബ് കമ്പനികളോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം നിരോധിച്ചാൽ നിരോധിച്ചവന്റെ വീടിന്റെ മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പോയി പാടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സ്വർണം കക്കുന്നതാണ് തെറ്റെന്നും കട്ടവരെക്കുറിച്ച് പാട്ട് പാടുന്നത് തെറ്റല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് G സുധാകരന്റെ പോസ്റ്റ് ഉണ്ടെന്നും അത് തന്നെയാണ് പറയാനുള്ളതെന്നും കക്കുമ്പോൾ ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ ഖനനത്തിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാവണം സമിതി രൂപീകരിക്കേണ്ടത്. സമിതിയിൽ ജലസേചന വകുപ്പ്, വനം വന്യജീവി വകുപ്പ്, തീര മാനേജ്മെന്റ് അതോറിറ്റി പ്രതിനിധികൾ എന്നിവർ ഉണ്ടാകണം. മണൽ ഖനനവുമായി ബന്ധപ്പെട്ട മുഴുവൻ പാരിസ്ഥിതിക വിഷയങ്ങളും വിദഗ്ധ സമിതി പരിശോധിക്കണം. ഈ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാവണം തുടർ ഖനനമെന്നും കോടതി നിർദ്ദേശിച്ചു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്.
രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയെ അവഹേളിച്ചെന്ന കേസിൽ സന്ദീപ് വാര്യർക്കും രഞ്ജിത പുളിക്കലിനും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അഡീഷണൽ 1ാം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ അതിജീവിതയുടെ പരാതി അനുസരിച്ച് സന്ദീപ് വാര്യരെ അടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനത്തിൽ പ്രതാപചന്ദ്രനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കരുതെന്ന് പരാതിക്കാരി. സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നും മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും ആവശ്യപ്പെട്ടു. സസ്പെൻഷന് പിന്നാലെ പ്രതാപചന്ദ്രനെതിരെ പോലീസിന്റെ വകുപ്പുതല അന്വേഷണവും തുടങ്ങി. ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് ഭീഷണി. ഫോൺ കോളിലൂടെയാണ് ആസിഡ് ഭീഷണി മുഴക്കിയതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. ഫോൺ വിളിച്ച നമ്പർ സഹിതം ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന കേസിൽ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയ്ക്കെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2022 മലപ്പുറത്ത് കലാപമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന കേസിലെ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അബ്ദുൾ മജീദ് എന്നയാൾ നൽകിയ പരാതിയിലാണ് ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. സിപിഐയിൽ വിമർശനവും സ്വയം വിമർശനവുമില്ലെന്ന് കെ ശിവരാമൻ പറഞ്ഞു. സംഘടന തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഇനി സാധാരണ പ്രവർത്തകനായി തുടരും. ഇത്രയും കാലം മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം വ്യക്തിപരമായ താൽപര്യം വെച്ച് പ്രവർത്തിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തെയും അദ്ദേഹം വിമർശിച്ചു. IFFKയിൽ സിനിമകൾക്ക് അനുമതി നിഷേധിച്ചതിനു പുറമെ 4 വിഖ്യാത സംവിധായകർക്ക് കേന്ദ്രം വിസ നിഷേധിച്ചെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കട്ടി. മലയാളികൾ കാണാൻ ഏറെ ആഗ്രഹിക്കുന്ന സംവിധായകരാണിവർ. ഇതുമൂലം ഇവരുടെ സിനിമകളും ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാനായില്ലെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ദിനമായ ഇന്ന് 11 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി. കേരളത്തിന്റെ അഭിമാനമായ മേളയ്ക്ക് 30ാം കൊല്ലം നേരിടേണ്ടി വന്നത് അസാധാരണമായ സാഹചര്യങ്ങളാണ്. ബാറ്റിൽഷിപ്പ് സെൻസർ ഇളവ് അനുവദിക്കാതെ വന്നതോടെയാണ് മേള പ്രതിസന്ധിയിലായത്. പിന്നാലെ കേന്ദ്രം 6 ഒഴികെ മറ്റ് സിനിമകൾക്ക് സെൻസർ ഇളവ് നൽകി. നടൻ നിവിൻ പോളിക്കും എബ്രഡ് ഷൈനുമെതിരായ വഞ്ചനാ കേസിൽ തുടർ നടപടികൾക്കുള്ള സ്റ്റേ ഹൈക്കോടതി നീട്ടി. കേസിൽ ഒത്തുതീർപ്പ് ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സ്റ്റേ നീട്ടിയത്. നടൻ നിവിൻ പോളി നായകനായ മഹാവീര്യർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് VS ഷംനാസിന്റെ പരാതിയിലാണ് വഞ്ചനാ കേസെടുത്തത്. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കേസിന് ആധാരം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 4ാം പ്രതിയായ TK രജീഷിന് വീണ്ടും പരോൾ അനുവദിച്ചു. 5 മാസത്തിനിടെ 2ാമത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. 15 ദിവസത്തേക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ TK രജീഷിന് പരോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ചികിത്സയ്ക്കായാണ് ഇതിനു മുൻപും പരോൾ അനുവദിച്ചിരുന്നത്. അതേസമയം സ്വാഭാവിക പരോളാണ് രജീഷിന് അനുവദിച്ചെന്നാണ് ജയിൽ വകുപ്പിന്റെ പ്രതികരണം. മൈസൂരിൽ KSRTC ബസ് കത്തി നശിച്ചു. നഞ്ചൻകോട് വെച്ചാണ് സംഭവം. പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കില്ല. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 44 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ വിദേശ പര്യടനത്തിന് പോയ രാഹുൽ ഗാന്ധിക്കെതിരെ ജോൺ ബ്രിട്ടാസ് MP. രാജ്യത്ത് ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നും ജനവിരുദ്ധ ബില്ല് പാർലമെന്റിൽ പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി BMW ബൈക്ക് ഓടിക്കുകയായിരുന്നുവെന്നും ഒരാഴ്ച കഴിഞ്ഞ് ബൈക്ക് ഓടിച്ചാൽ പോരെയെന്നും കമ്പനി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ, പൂട്ടിപ്പോകില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു. ദില്ലിയിൽ വായു ഗുണനിലവാരം ഇന്ന് വളരെ മോശം വിഭാഗത്തിലെന്ന് റിപ്പോർട്ടുകൾ. 382 ഇന്ന് രേഖപ്പെടുത്തിയ ശരാശരി AQI.
ഈ സാഹചര്യത്തിൽ ദില്ലിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഷപ്പുകകൾക്കൊപ്പം കനത്ത മൂടൽമഞ്ഞ് കൂടിയായതോടെ ജനജീവിതവും ഗതാഗതവും താറുമാറായ അവസ്ഥയിലാണ്. വ്യോമഗതാഗതത്തെ കനത്ത മൂടൽമഞ്ഞ് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. 73 വിമാന സർവീസുകളാണ് ഇന്ന് മാത്രം ദില്ലി വിമാനത്താവളത്തിൽ റദ്ദാക്കിയത്. ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് കനത്ത പുകമഞ്ഞിനെ തുടർന്ന് റദ്ദാക്കി. യാത്രക്കാർ സ്വന്തം ചെലവിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. റീഫണ്ട് 7 ദിവസത്തിനകം നൽകുമെന്നും അറിയിച്ചു. വിദേശത്തു നിന്ന് ദില്ലി വഴി തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുംബൈക്കടുത്ത് ഭയന്തറിൽ ഫ്ളാറ്റിനുള്ളിൽ പുലിയുടെ ആക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും പുറത്തിറങ്ങി റോഡിലേക്ക് പ്രവേശിച്ച പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ കരസേനയിൽ ജോലി ചെയ്ത 26 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 202 ഇന്ത്യക്കാരാണ് അനധികൃതമായി റഷ്യൻ സേനയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേരെ കാണാതായെന്നും 119 പേരെ തിരികെ എത്തിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. 50 പേരെ തിരികെ എത്തിക്കാൻ നടപടികൾ തുടരുകയാണ്. മലയാളികളടക്കം റഷ്യൻ സേനയിൽ കുടുങ്ങിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ. വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ വീണ്ടും കലാപ സമാന സാഹചര്യം. ഇൻക്വിലാബ് മഞ്ച് നേതാവും പൊതുതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിലെ വിവിധയിടങ്ങളിൽ വീണ്ടും പ്രക്ഷോഭം ഉടലെടുത്തത്. മുഖംമൂടിധാരികളുടെ വെടിയേറ്റാണ് ഹാദി കൊല്ലപ്പെട്ടത്. ഇയാളുടെ മരണവാർത്ത പുറത്തു വന്നതോടെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയായിരുന്നു. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. കുവൈത്തിൽ കടൽമാർഗം വൻതോതിൽ ലഹരിമരുന്ന് കടത്തിയ കേസിൽ 4 ഇറാൻ സ്വദേശികൾക്ക് ക്രിമിനൽ കോടതി വിധിച്ച വധശിക്ഷ കുവൈത്ത് അപ്പീൽ കോടതി ശരിവെച്ചു. ജസ്റ്റിസ് നസർ അലീം അൽ ഹൈദ് അധ്യക്ഷനായ അപ്പീൽ കോടതിയാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. വിൽപ്പനയ്ക്കായി 322 കിലോഗ്രാം ഹാഷിഷ് രാജ്യത്തേക്ക് കടത്തിയെന്നാണ് പ്രതികൾക്കെതിരെയുള്ള കുറ്റം. ടേക്ക് ഓഫിനിടെ നിയന്ത്രണം നഷ്ടമായി വിമാനത്താവളത്തിലേക്ക് ഇടിച്ചിറങ്ങിയ ചെറുവിമാനം അമേരിക്കയിൽ അഗ്നിഗോളമായി. യാത്രക്കാർ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ സ്റ്റേറ്റ്സ്വില്ലെ പ്രാദേശിക വിമാനത്താവളത്തിൽ വ്യാഴാഴ്ചയാണ് അപകടമുണ്ടായത്. അമേരിക്കൻ ഓട്ടോ റേസിംഗ് കമ്പനിയായ നാഷണൽ അസോസിയേഷൻ ഫോർ സ്റ്റാർ കാർ ഓട്ടോ റേസിംഗിന്റെ മുൻ ഡ്രൈവറായ ഗ്രെഗ് ബിഫിളും കുടുംബവുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ പുറത്തുവിട്ട് ഡെമോക്രാറ്റ് വിഭാഗം. നീതിന്യായ വകുപ്പ് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് പുതിയ ചിത്രങ്ങൾ പുറത്തുവന്നത്. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിൻ, ന്യൂയോർക്ക് ടൈംസിലെ കോളം എഴുത്തുകാരനായ ഡേവിഡ് ബ്രൂക്സ് എന്നിവരുടെ ചിത്രങ്ങളാണ് വ്യാഴാഴ്ച പുറത്തുവന്നത്. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ആളുകളുമായി ജെഫ്രി എപ്സ്റ്റീനുള്ള ബന്ധം വിശാലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന ചിത്രങ്ങൾ ഏറെയും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.